ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് പോളാൻ കമ്പനി പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോളാൻ കമ്പനി പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോളാൻ കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വർമ്മള. പ്രധാന വാർത്തകൾ. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പ്. ബുധനാഴ്ച രാവിലെ പുനലൂരിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര വൈകുന്നേരം 5-നാണ് അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയത്. കോടതി ഉത്തരവിന്റെ മറവിൽ റോഡ് വക്കിലെ മരങ്ങൾ അനധികൃതമായി മുറിക്കാൻ നീക്കം. നാട്ടുകാർ ഇടപെട്ട് നീക്കം തടഞ്ഞു. ഉറവുന്ന സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നതായി ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ K. ശശിധരന്റെ ആരോപണം. വാർത്തകൾ വിശദമായി. അച്ചൻകോവിൽ ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പ്. പുനലൂരിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരം 5:30 അച്ചൻകോവിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ 10:30 തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടത്. വെട്ടിപ്പുഴ, KSRTC ജംഗ്ഷൻ, തൂക്കുപാലം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകിയ ശേഷം തിരുവാഭരണം അച്ചൻകോവിൽ ആര്യങ്കാവിലേക്ക് യാത്രയായി. ഇടം
പെരുന്തൽമൺ, ഉറുകുന്ന്, ഒറ്റക്കൽ, തെന്മല, പാലരുവി തുടങ്ങിയ ഭാഗങ്ങളിൽ തിരുവാഭരണത്തിന് സ്വീകരണം നൽകി. തുടർന്ന് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണം പാലരുവി ജംഗ്ഷനിൽ എത്തിച്ചു. അവിടെ നിന്നും അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണം ചെങ്കോട്ട, തെങ്കാശി, മേക്കര, പമ്പിളി വഴി വൈകിട്ട് 5:30 അച്ചൻകോവിലിൽ എത്തിച്ചേർന്നു. അച്ചൻകോവിൽ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് തിരുവാഭരണം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചത്. തുടർന്ന് 2 ക്ഷേത്രങ്ങളിലും വൈകിട്ട് തിരുവാഭരണം ചാർത്തി ദീപാരാധനയും നടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദ്രുതഗതിയിൽ നടത്തിയ റോഡ് കോൺക്രീറ്റിംഗ് 1 മാസം തികയും മുമ്പ് തകർന്നു. നാട്ടുകാർ വിജിലൻസിന് പരാതി നൽകി. പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ വിളക്കുടി പഞ്ചായത്തിലെ 3-ാം വാർഡായ കുളപ്പുറം വാർഡിലെ കുളപ്പുറം പള്ളിച്ചിറ റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം തകർന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിവസേന യാത്ര ചെയ്യുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ മുറവിളിക്കൊടുവിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി മഴ സമയത്ത് ചെളിവെള്ളം റോഡിൽ കെട്ടിനിന്നപ്പോൾ വേണ്ട രീതിയിൽ മെറ്റൽ പാകാതെ കോൺക്രീറ്റ് നടത്തുകയായിരുന്നുവെന്നും ഈ റോഡിനായി കൊണ്ടുവന്ന മെറ്റലും സിമന്റും കരാറുകാരൻ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയ ശേഷം മറ്റു സൈറ്റുകളിലേക്ക് മാറ്റിയതായും ആക്ഷേപമുണ്ട്. റോഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. റോഡിനോട് ചേർന്ന പഞ്ചായത്ത് വക പള്ളിച്ചിറ കുളം ചെളി നിറഞ്ഞ് കാട് മൂടിയ നിലയിലാണ്. ഈ കുളം വൃത്തിയാക്കുന്നതിനായി നബാർഡ് ഫണ്ടിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ അനുവദിച്ചതായി പറഞ്ഞ് നീന്തൽക്കുള നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും മറ്റും നടത്തിയെങ്കിലും കുളം നശിച്ച നിലയിലാണ്. കുളം നവീകരണത്തിന്റെ മറവിൽ മണ്ണ് മാഫിയകൾ മണ്ണ് കടത്താൻ ശ്രമം നടത്തുന്നതായും ആക്ഷേപമുണ്ട്. സമീപത്തുള്ള നെട്ടൂർ, കൊപ്പാറ ഏലാകളിലേക്ക് പള്ളിച്ചിറ കുളത്തിൽ നിന്നും വെള്ളം സുലഭമായി ലഭിക്കുമായിരുന്നത് നിലച്ചതോടെ കർഷകർ കൃഷിയും ഉപേക്ഷിച്ച സ്ഥിതിയിലാണ്. ശരിയായ രീതിയിൽ റോഡും നീന്തൽക്കുളവും പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തികച്ചും ജനദ്രോഹപരമായിട്ടൊരു നടപടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ കോൺക്രീറ്റിന്റെ ബലമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഇതിലൂടെ ഊറ്റുവെള്ളം ഒഴുകി വന്നപ്പോൾ ഇതിന് മണ്ട കലക്കി ഒഴിച്ച് ചെയ്ത പണിയാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞതാ ചെയ്തിരുന്നു. എന്നിട്ടും കേൾക്കാതെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 2 ആഴ്ചയിൽ അതിനുള്ളിലാണ് ഒരു മാസം കഴിഞ്ഞ് ഇത് അടച്ചിട്ട് 1 മാസം കഴിഞ്ഞ് ഒരു ലോറി ഇതിലേ പോയപ്പോൾ ഫുൾ ഇടിഞ്ഞു പോയി. ഇവിടെ അങ്കനവാടിയിലേക്കും കുളപ്പുറം ജംഗ്ഷനായിട്ട് പോകുന്ന ഏറ്റവും ഷോർട്ട് കട്ട് റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചിറ 40 ലക്ഷം രൂപ അനുവദിച്ച ചിറയാണ്. ഇത് ഒരു താഴെ അങ്ങ് ഒരു നെട്ടൂർ ഏല എന്ന് പറയുന്നത്. നെട്ടൂർ എത്രയോ ഏക്കറുകൾ കിടക്കുന്നത്. ഇതിലേക്ക് മെയിനായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ട് ഔട്ട്ലെറ്റാണ് കെട്ടിയടച്ച് വെച്ചേക്കുന്നത്. ഇപ്പൊ അതിലേക്ക് പുറത്തുനിന്ന് ഒന്ന് വെള്ളം ഇറങ്ങുന്ന ഇൻലെറ്റിൽ കൂടെ കയറി ഫ്ലഡിന്റെ ഫണ്ടിൽ കൂടെ താഴെയുള്ള തോട്ടിലൂടെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര കുഴപ്പങ്ങളുണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് മൊത്തം മണലൂറ്റും താഴോട്ട് ഈ വരുന്ന വെള്ളത്തിന് മണലൂറ്റും പരിപാടിയൊക്കെ ആയിട്ട് ആകെപ്പാടെ നാശമായിട്ട് കിടക്കുക. 40 ലക്ഷം രൂപ മുടക്കി ഇത് അനുവദിച്ച് ഇത് ഒന്ന് വൃത്തിയാക്കാനോ ഒരു കാര്യത്തിനോ ചെയ്തിട്ടില്ല. നമ്മളൊരു വിവരാവകാശം ചോദിച്ചാൽ അവരിതിനകത്ത് ചെളി ലേലം ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. മുന്നിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാം സ്വാധീനിച്ചുകൊണ്ട് ചില തൽപര ലോബികളാണ്, മണൽ ലോബികളും മണ്ണ് ലോബികളാണ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് ഈ നാട്ടിന് കുഴപ്പമുണ്ടാകുന്നത്. ആവശ്യം കുളപ്പുറ റോഡിൽ നിന്നും വിളക്കുടി NH പോകുന്ന ഒരു റോഡാണിത്. ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ വീതം വെപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉടനടി റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും അതിനുശേഷം ഈ ഫണ്ടുകൾ ഈ മറ്റുള്ള ഇവിടുത്തെ കോൺട്രാക്ടർമാരും ഇവിടുത്തെ പഴയ ബ്ലോക്ക് മെമ്പർ ചെയ്യുന്ന വീതം വെച്ച് ബില്ല് മാറിയതാണ് ഈ റോഡിന്റെ അവസ്ഥ ഇത്രയും ദയനീയമാവാൻ കാരണം. വെച്ചാൽ ഈ സൈഡ് കെട്ടിയേക്കുന്നത് പോലും ഒരു ചെയ്തിരിക്കുന്നത് പണി എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള പണിയാണ് നടത്തിയിരിക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ കുളപ്പുറം വിളക്കുടി റോഡിന് 5 ലക്ഷം രൂപ അനുവദിച്ച ബ്ലോക്ക് മെമ്പർ അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞ് ഫ്ലക്സ് ബോർഡ് കൊണ്ടുവെക്കുകയും അതിനെ തുടർന്ന് 2 ദിവസം കൊണ്ട് ഒരു കോൺക്രീറ്റ് നടത്തുകയും ചെയ്ത റോഡ് ഇത്രത്തോളം നശിപ്പിക്കുവാൻ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബ്ലോക്കിലെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഈ റോഡ് പണിക്ക് ഇവിടെ നോക്കുകയോ ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഈ റോഡ് പണിയെ കുറിച്ച് നോക്കുകയോ ഇല്ലെങ്കിൽ എന്തൊക്കെ മെഷർമെന്റാണ് ഇത് ചേരുന്നതെന്ന് ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഇത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് പോയില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ സെന്റ് ജോൺസ് LP സ്കൂളിനെ LIC ഓഫ് ഇന്ത്യയുടെ ബീമ സ്കൂളായി തിരഞ്ഞെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതോടൊപ്പം സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
സ്കൂൾ കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയോടൊപ്പം അവരിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LIC സ്കൂളുകളിൽ ബീമാ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത്. പുനലൂർ LIC ഓഫീസിന്റെ കീഴിലെ 5ാമത്തെ ബീമാ സ്കൂളായാണ് സെന്റ് ജോൺസ് LPSനെ തെരഞ്ഞെടുത്തത്. വ്യാഴാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ പുനലൂർ LIC സീനിയർ ബ്രാഞ്ച് മാനേജർ K. നാഗരാജൻ ക്യാഷ് അവാർഡും ട്രോഫിയും സ്കൂൾ ഹെഡ്മിസ്ട്രസ് അൽഫോൺസ ഗോൺസാൽവസിന് സമ്മാനിച്ചു. സ്കൂളുകളിൽ 2 പ്രോംപ്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്യുകയാണ്. ഒന്ന്, കുട്ടികൾക്ക് പഠിത്തത്തിന് മികവ് കാണിച്ച കുട്ടികൾക്ക് അവാർഡ് നൽകുകയും ആ സ്കൂളിന് ബീമാ സ്കൂൾ അവാർഡ് കൊടുക്കുകയെന്നാണ്. ഈ രണ്ട് പ്രോംപ്റ്റുകൾ. ഇപ്പൊ ജസ്റ്റ് ഇത് എനിക്ക് ഐ തിങ്ക് പുനലൂർ പത്തനാപുരം ഏരിയയിലെ യുവർ സ്കൂൾ ഈസ് 5th സ്കൂൾ, 5ാമത്തെ സ്കൂളാണ്. നമ്മൾ കൂടുതൽ ഫണ്ടിങ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഈ ഫിനാൻഷ്യൽ ഇയറിനകത്ത് മിനിമം വി ആർ എക്സ്പെക്ടിങ് ഒരു 25 സ്കൂളിനെങ്കിലും ബീമാ സ്കൂൾ അവാർഡും സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അവാർഡും നൽകണമെന്നാണ് ടാർഗറ്റ്. അധ്യാപക പ്രതിനിധി സ്റ്റെല്ല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ രഘുനാഥ് പദ്ധതി വിശദീകരണം നിർവഹിച്ചു. ദിനംപ്രതി 700 കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ദിനംപ്രതി 700 കോടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ നട്ടലായ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്ഥാപനമായ ഗവൺമെന്റ് സെക്ടറിലുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം LIC ഓഫ് ഇന്ത്യയാണ് ഗവൺമെന്റ് ഇന്ത്യ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ LIC ഓഫ് ഇന്ത്യയിലൂടെയാണ് ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ബീമാ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫീസർ K. ജയകുമാർ, കോർഡിനേറ്റർ R. രഞ്ജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉണ്ണി വന്നു മാന്തി, ഉണ്ണി വന്നു മാന്തി, ചേട്ടൻ വന്നു ചവിട്ടി, ചേച്ചി വന്നു കുത്തി, അമ്മ വന്നു അടിച്ചു, അച്ഛൻ വന്നു നുള്ളി. ബെസ്റ്റ് സ്റ്റുഡൻസ് ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ 6 വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ബീമാ സ്കൂൾ പദ്ധതിയിൽ അംഗമായ വിദ്യാർത്ഥികൾക്കും ട്രോഫികൾ സമ്മാനിച്ചു. കോർഡിനേറ്ററായ ഇൻഷുറൻസ് അഡ്വൈസർ R. രഞ്ജിത് കുമാറിന് പ്രത്യേക പുരസ്കാരവും സീനിയർ ബ്രാഞ്ച് മാനേജർ നാഗരാജൻ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ യൂണിയനുകളുടെ ഹിത പരിശോധനയ്ക്ക് BMS നോമിനേഷൻ സമർപ്പിച്ചു. BMS പ്ലാന്റേഷൻ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ മോഹനനാണ് നോമിനേഷൻ സമർപ്പിച്ചത്. 29 നടക്കുന്ന റഫറണ്ടത്തിൽ അവസാനത്തെ നാമനിർദ്ദേശ പത്രികയായാണ് ഏരൂർ മോഹനൻ പത്രിക സമർപ്പിച്ചത്. BMS പ്ലാന്റേഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് GC കണ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ രവി പരമേശ്വരൻ, വിളക്കുപാറ രാജൻ എന്നിവരോടൊപ്പമാണ് മോഹനൻ പത്രികാ സമർപ്പണത്തിനെത്തിയത്. വർഷങ്ങളായി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ നടക്കുന്ന നിയമനത്തിന്റെ പേരിലുള്ള അഴിമതികൾ വെളിച്ചത്തു കൊണ്ടുവരുമെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അക്ഷീണം പ്രവർത്തിക്കുമെന്നും പത്രികാ സമർപ്പണത്തിന് ശേഷം മോഹനൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. റഫറണ്ടത്തിന് മത്സരിച്ച് ജയിച്ചു വരുന്ന 3 യൂണിയനുകളാണ്. ആ യൂണിയനുകൾ നടത്തുന്ന അഴിമതി, പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാമിൽ നടത്തുന്ന അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കുള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം ഇപ്പോൾ ഈ പെൻഷന്റെ അല്ലെങ്കിൽ റഫറണ്ടത്തിന്റെ നോമിനേഷൻ ഞങ്ങൾ കൊടുക്കുകയാണ്. ഏറ്റവും വലിയ യൂണിയനായി BMS തെരഞ്ഞെടുക്കപ്പെടുമെന്നും മോഹനൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 17-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പത്രികാ സമർപ്പണം അവസാനിച്ചപ്പോൾ 7 യൂണിയനുകളാണ് മത്സരരംഗത്തുള്ളത്. INTUC, CITU, AITUC എന്നീ പ്രമുഖ യൂണിയനുകളെല്ലാം മത്സരരംഗത്തുണ്ട്. 18-ാം തീയതി റിട്ടേണിംഗ് ഓഫീസർ KS സിന്ധുവിന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മ പരിശോധന നടക്കും. ലൈവ് വാർത്ത, അഞ്ചൽ. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഗുണമേന്മയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് 30-ലധികം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. വിവാഹസാരികൾ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ. ഗായത്രി ടെക്സ്റ്റൈൽസ്, PNS കോംപ്ലക്സ്, പുനലൂർ.
ഇപ്പോൾ ഓരോ അര കിലോ റിപ്പിൾ ടീയുടെ കൂടെ അര കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. കോടതി ഉത്തരവിന്റെ മറവിൽ റോഡ് വക്കിലെ മരങ്ങൾ അനധികൃതമായി മുറിക്കാൻ നീക്കം. നാട്ടുകാർ ഇടപെട്ട് മരമുറി തടഞ്ഞു. അനധികൃത മരമുറി നാട്ടുകാർ തടഞ്ഞു. കായംകുളം പുനലൂർ റോഡിൽ പത്തനാപുരം പുതുവലിനു സമീപമാണ് കരാറുകാരന്റെ നേതൃത്വത്തിൽ മരം മുറിക്കാനെത്തിയത്. കഴിഞ്ഞ വർഷവും സമാനമായ സംഭവം നടന്നിരുന്നു. വാഹനയാത്രക്കാർക്കും മറ്റും അപകടം വരുത്തുന്ന നിലയിൽ നിലംപതിക്കാറായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ലേലം നൽകിയിരുന്നു. 2 പ്രാവശ്യമായി കരാറുകാരൻ 120 മരങ്ങൾ മുറിക്കാൻ അനുമതി വാങ്ങിയ ശേഷം 350-ൽ പരം മരങ്ങൾ മുറിച്ചു മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ലേലത്തിൽ പങ്കുകൊണ്ട് കുറഞ്ഞ തുകയ്ക്ക് മരങ്ങൾ ലേലത്തിനെടുത്ത ശേഷം കണക്കിൽപ്പെടാത്ത മരങ്ങളും മുറിച്ചു കടത്തിയതാണ് വിവാദമായത്. വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. അടൂർ പത്തനാപുരം റോഡ് വികസനത്തിന്റെ പേരിൽ അതിന് ഇരുവശവും നിന്ന മരങ്ങളെല്ലാം മുറിച്ചുകൊണ്ടുപോയി. അത് ടെൻഡർ ചെയ്തിരുന്ന മരങ്ങളുടെ 3 ഇരട്ടിയാണ് മുറിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. നിരവധി പ്രാവശ്യം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് തുടരുകയാണ്. പഴയ ഓർഡറുമായിട്ട് വന്ന് വീണ്ടും മരം മുറിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. 2 ദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് വലിയ വാർത്ത തന്നെ ചെയ്തിരുന്നു. എന്നിട്ടും ഈ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു. യാതൊരു വിധത്തിലുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല. എന്തിന് പത്തനാപുരം സോഷ്യൽ ഫോറസ്ട്രി ഏരിയയിലുള്ള മരങ്ങൾ വരെ മുറിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അത് തിരുവഞ്ചൂരിനെ നേരിട്ട് കണ്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നിട്ടും അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണം ഉണ്ടായിട്ടില്ല. ഈ ആഞ്ഞിലി മരങ്ങളാണ് എടുക്കാൻ മുറിച്ചുകൊണ്ട് പോയിരിക്കുന്ന 2 ആഞ്ഞിലി മരങ്ങൾ. ഇതിനകത്തൊന്നും പെടാത്ത 2 ആഞ്ഞിലി മരങ്ങളാണ് 26-ാം കുറ്റി പത്തനാപുരം സോഷ്യൽ ഫോറസ്ട്രി ഏരിയയിൽ മുറിച്ചുകൊണ്ട് പോയത്. സോഷ്യൽ ഫോറസ്ട്രി ഓഫീസറോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു പോയി. പുതിയ ഓഫീസർ എന്നെ നിരന്തരമായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം വന്ന് ഇതെല്ലാം അടയാളപ്പെടുത്തി തരാം, ഏതൊക്കെയായിരുന്നു മുറിക്കേണ്ട പഴയ കുറ്റികൾ ഉൾപ്പെടെ നോക്കാം. അപ്പം അത് ഇതുവരെ യാതൊരു വിധമായിട്ട് അദ്ദേഹം വന്നിട്ടില്ല. റോഡിൽ നിന്നും വളരെ അകലെ നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ചുകൊണ്ട് പോയി. റോഡിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളെല്ലാം നിൽപ്പുണ്ട്. ഇതേമാതിരി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെന്മല നടന്നു, ശബരിമല റോഡിൽ നടന്നു, നിരവധി നടന്നു. ഇതെല്ലാം നടത്തുന്നത് മരിച്ചുപോയവരുടെ പേരിൽ
ടെൻഡർ ഉണ്ടാക്കി തന്നെയാണ് ചെയ്യുന്നത്. കല്ലമ്പലത്തുള്ള ഒരാളുടെ പേര് നടത്തിയ ടെൻഡറാണ് ഇത്. പ്രധാന റോഡ് വർക്കുകളിലെ മരങ്ങൾ മുറിക്കാൻ അനുമതി വാങ്ങിയ ശേഷം ഉദ്യോഗസ്ഥരുടെ തന്നെ ഒത്താശയോടെ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു കിടത്തുന്നത്. ഇതിനു പിന്നിൽ വൻ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകരായ അനിൽ CK, ബൊക്കാറോ, ശംഭു, വാർഡ് മെമ്പർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ളവരാണ് അനധികൃത മരമുറി തടഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ സയൻസ് ആൻഡ് കൾച്ചറൽ എക്സിബിഷന് തുടക്കമായി. 19-ന് എക്സിബിഷൻ സമാപിക്കും. പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ സയൻസ് ആൻഡ് കൾച്ചറൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഷെയർ ആൻഡ് ഗ്രോ റിച്ച് എന്ന സന്ദേശമുയർത്തി 17 മുതൽ 19 വരെ തീയതികളിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. എക്സിബിഷൻ പുനലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ പ്രൊഫസർ H. അൻസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പ്രസീത കലാം സ്വാഗതം പറഞ്ഞു. സ്കൂളിൽ പുതുതായി ആരംഭിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം വാർഡ് കൌൺസിലർ സാറാമ്മ തോമസ് നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് പുനലൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ ചാലക്കോട് വാർഡിൽ നിന്ന് വിജയിച്ച അബ്ദുൾ റഹീം, കോളേജ് വാർഡിൽ നിന്ന് വിജയിച്ച T. ഇന്ദുലേഖ, വാളക്കോട് വാർഡിൽ നിന്ന് വിജയിച്ച തജുനീസ, ഹൈസ്കൂൾ വാർഡിൽ നിന്ന് വിജയിച്ച സബീന ബീഗം എന്നിവരെ ആദരിച്ചു. PTA പ്രസിഡന്റ് മധു രാഘവൻ, സ്കൂൾ മാനേജർ അഷ്റഫ്, ബാലജനസഖ്യം രക്ഷാധികാരി MA സാബു, KSCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ്, മാരിയത്ത് യൂസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എക്സിബിഷൻ 19-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ കുടുംബശ്രീ ബാലസഭയുടെ ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയിലെ കുടുംബശ്രീ ബാലസഭയുടെ 2015-20 കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ക്ലസ്റ്റർ പരിശീലനം പുനലൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ബാലസഭകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തിയാക്കുകയുമാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് പുനലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംജദ് ബിനു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ CDS ചെയർപേഴ്സൺ തസ്ലീമ ജേക്കബ് സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ R. പ്രഭ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസഭ നടക്കുന്ന പൗരന്മാർക്കുള്ള ട്രെയിനിങ് പരിശീലനമാണ് നടത്തുന്നത്. കുട്ടികളുടെ സാമൂഹിക ബുദ്ധിപരവുമായ കഴിവുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി ഈ ബാലസഭകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ശ്രീനാഥ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ഓമനക്കുട്ടൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിതമ്മ, പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലസഭ കൺസൾട്ടന്റ് റിജി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ K. ശശിധരൻ. ചട്ടപ്രകാരം തയ്യാറാക്കിയ ലൈവ് വോട്ടർമാരുടെ ലിസ്റ്റ് അട്ടിമറിച്ച് വ്യാജ രസീതുകൾ ഉണ്ടാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് LDF ചെയ്യുന്നതെന്നും ശശിധരൻ ആരോപിച്ചു. ബാങ്കിൽ ഡിസംബർ 27 നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കോടതി ഉത്തരവിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് K. ശശിധരൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചട്ടപ്രകാരം തയ്യാറാക്കിയ ലൈവ് വോട്ടർമാരുടെ ലിസ്റ്റ് അട്ടിമറിച്ച് വ്യാജ രസീതുകൾ ഉണ്ടാക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് LDF ചെയ്തതെന്നും ഒപ്പം വോട്ടർമാരാകാൻ യോഗ്യതയുള്ള പലരെയും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നും സഹകാരികൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉറുകുന്ന സ്വദേശികളായ കൈമണ്ണിൽ ഷിബു തോമസ്, പള്ളിത്താഴേതിൽ വീട്ടിൽ വർഗീസ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ലൈവ് വോട്ടർമാരുടെ ക്രമക്കേടില്ലാത്ത പട്ടിക തയ്യാറാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ LDF തയ്യാറാകണമെന്നും ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള സമരങ്ങളിൽ നിന്നും LDF പിന്മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് ഇലക്ഷന് തൊട്ടുമുമ്പുള്ള 2 വർഷക്കാലം ബാങ്കുമായി ദൈനംദിന ഇടപാടുകൾ നടത്തിയിട്ടുള്ളവർക്കും തുടർച്ചയായ 3 പൊതുയോഗങ്ങളിൽ ബാങ്കിന്റെ പങ്കെടുത്തിട്ടുള്ളവർക്കും മാത്രമാണ് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള വോട്ടർമാര് കടന്നു വരുമ്പോൾ ബാങ്കുമായി ദൈനംദിന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ലോണുകൾ എടുക്കുക, ബാങ്കിന്റെ സ്ഥാപനങ്ങളിൽ നിന്നും ഇടപാടുകൾ നടത്തുക, മറ്റ് ഡെപ്പോസിറ്റുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഉറുദു സർവീസ് സഹകരണ ബാങ്കിൽ ഇടപാട് നടത്തിയിട്ടുള്ള എന്ന് പറഞ്ഞ് ബാങ്കിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ ലെഡ്ജറിൽ നോക്കി പരിശോധിച്ച് തയ്യാറാക്കി തന്ന ലിസ്റ്റാണ് കരട് വോട്ടർ ലിസ്റ്റായി ബാങ്ക് ഭരണസമിതി അംഗീകരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇതിനെതിരായി ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു സമരവും ബഹളവും നടക്കുകയുണ്ടായി. പുനലൂർ AR ഓഫീസിലും ഉറുദു സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും പുനലൂർ AR ഓഫീസിൽ AR ഉൾപ്പെടെയുള്ളവരെയും തടഞ്ഞു വെക്കുകയും അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ചില പരാതികൾ നൽകുകയും ചെയ്തു. ആ പരാതികളുടെ ജെനുവിനിറ്റി പരിശോധിക്കാതെ ആ പരാതികൾ എന്ന് പറയുന്നത് ഉറുദു സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലുള്ള കൺസ്യൂമർ സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങി എന്നുള്ള പേരിൽ ഒരു വ്യാജ രസീതുകൾ പ്രിന്റ് ചെയ്ത്
ഏറ്റവും അവസാന ദിവസങ്ങളിൽ വ്യാജ രസീതുകൾ പ്രിന്റ് ചെയ്ത് അത് രേഖാമൂലം ARന് സമർപ്പിച്ചപ്പോൾ AR അത്തരത്തിൽ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് തയ്യാറായി. ഇതിനെതിരെ 2 സഹകാരികൾ ഈ അന്തിമ ലിസ്റ്റിൽ ഏതാണ്ട് 9,000-ഓളം വോട്ടർമാരാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ബാങ്ക് ഭരണസമിതി അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ ലിസ്റ്റിൽ 6,000-ഓളം പേരാണ് മാത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ 3,300 വോട്ടർമാർ അധികരിച്ച് അന്തിമ ലിസ്റ്റിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർ ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെന്നും ബാങ്കിന്റെ സഹകരണ നിയമപ്രകാരം ബാങ്കിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് പുറമെ ബാങ്കിന്റെ പരിധിയിലുള്ളവരും സംഘവുമായി യാതൊരു ബന്ധമില്ലാത്തവരുമായ ആയിരക്കണക്കിന് വോട്ടർമാർ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അത് സഹകരണ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ട് 2 സഹകാരികൾ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്യുകയും ഇത് സംബന്ധിച്ച് നിരവധി കേസുകൾ പെൻഡിംഗിൽ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ അന്തിമ വിധി വരുന്നിടം വരെ ഉറൂൺ സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടപടികളാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. ഫോൺ 0475-2220-357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യത്തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധറാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. പരാധീനതയുടെ നടുവിൽ അഞ്ചൽ സബ് ട്രഷറി. മിനി സിവിൽ സ്റ്റേഷനിൽ സബ് ട്രഷറിക്കായി കെട്ടിടം പണിതിട്ടും സബ് ട്രഷറി മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലെ വാടക കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് സബ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത്. പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറിക്ക് 2 വർഷം മുൻപാണ് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ സ്വന്തമായി ഓഫീസ് നിർമ്മിച്ചു നൽകിയത്.
സ്വന്തമായി ഓഫീസ് ലഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ ഇനിയും ട്രഷറി അധികൃതർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകുവാൻ ട്രഷറി അധികൃതർ തയ്യാറാകുന്നുമില്ല. സ്ട്രോങ് റൂം അടക്കം നിർമ്മിച്ച ട്രഷറിക്ക് വേണ്ടിയുള്ള ഓഫീസ് മുറികളാകട്ടെ മിനി സിവിൽ സ്റ്റേഷനിൽ മാറാല പിടിച്ച് നശിക്കുകയാണ്. മിനി സിവിൽ സ്റ്റേഷന്റെ ആദ്യ നിലയിൽ തന്നെ വിശാലമായി നിർമ്മിച്ച ഓഫീസ് മുറികൾ മാറാല പിടിച്ച് നശിക്കുമ്പോൾ വാടക കെട്ടിടത്തിലെ കുടുസുമുറിയിൽ സബ് ട്രഷറി പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ കെട്ടിടം ഉടമയെ സഹായിക്കുവാനുള്ള ഒത്തുകളിയാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ നഗരമധ്യത്തിലെ കശുവണ്ടി ഫാക്ടറിയുടെ പുകക്കുഴൽ രോഗഭീഷണി ഉണ്ടാകുന്നു. ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അഞ്ചൽ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കശുവണ്ടി ഫാക്ടറിയുടെ പുകക്കുഴൽ ദൂരവ്യാപകമായ രോഗഭീഷണി ഉയർത്തി പുക പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. കശുവണ്ടി ഫാക്ടറി ജീവനക്കാർക്കും പ്രദേശവാസികൾക്കും നഗരത്തിലെത്തുന്നവർക്കും ഈ വിഷപ്പുക ശ്വസിക്കാതെ മടങ്ങാനാവില്ല. 600-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ ഫാക്ടറിയുടെ പുകക്കുഴൽ 20 അടി ഉയരത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. കശുവണ്ടി ഫാക്ടറികളുടെ പുകക്കുഴൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാതെയും രോഗഭീഷണി ഉയർത്താതെയും നിർമ്മിക്കണമെന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തിയാണ് ഫാക്ടറി അധികൃതർ പുകക്കുഴൽ നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന പുകപടലം വൈകുന്നേരം 5 മണി വരെ ഇങ്ങനെ ഈ പ്രദേശം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് വ്യാപിക്കുന്ന ഈ പുക ശ്വസിക്കുന്നവർക്ക് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളാണ് സമ്മാനിക്കുന്നത്. നഗരത്തിനുള്ളിൽ തന്നെ ഇത്രയധികം അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും കണ്ടമട്ടില്ല. ഫാക്ടറിയുടെ പുകക്കുഴൽ ഉയരത്തിൽ നിർമ്മിക്കുന്നത് ഒരു പരിധിവരെ രോഗങ്ങൾ തടയാൻ സാധിക്കും. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും പ്രദേശത്തെ വീടുകളിലുള്ളവർ ദൈനംദിനം ശ്വസിക്കുന്നത് ഈ വിഷപ്പുകയാണ്. ഈ വിഷപ്പുകയുടെ പ്രത്യാഘാതം വളരെ വലുതാണ്. പെട്ടെന്നല്ലെങ്കിലും ദൂരവ്യാപകമായ മാരക രോഗങ്ങൾക്ക് ഈ പുക കാരണമായിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പ്. ബുധനാഴ്ച രാവിലെ പുനലൂരിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര വൈകുന്നേരം 5-നാണ് അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയത്. കോടതി ഉത്തരവിന്റെ മറവിൽ റോഡ് വക്കിലെ മരങ്ങൾ അനധികൃതമായി മുറിക്കാൻ നീക്കം. നാട്ടുകാർ ഇടപെട്ട് നീക്കം തടഞ്ഞു. ഉറവുന്ന സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ LDF ശ്രമിക്കുന്നതായി ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ കെ ശശിധരന്റെ ആരോപണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ ലാബ്, പുനലൂർ. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, പുനലൂർ. ശങ്കർ സായി ഹോസ്പിറ്റൽ, പുനലൂർ.